മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ചാനലിൽ, അതായത് നമ്മുടെ ഇലഞ്ഞൂർ ബ്ലോഗ് എന്ന യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ കുടുംബ അംഗങ്ങളാണ്. പ്രത്യേകിച്ച് ഇതിനകത്ത് സബ്സ്ക്രൈബറുള്ള വളരെ മാന്യമായിട്ട് പെരുമാറുകയും വളരെ മര്യാദയോടെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ കുടുംബ സുഹൃത്താണ്, കുടുംബ മിത്രങ്ങളാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ ഒരു സഹോദരി പൂവമ്പാഴയുടെ കൃഷിരീതികൾ എല്ലാം ഒന്ന് വിവരിക്കണമെന്ന് നമ്മളോട് ആവശ്യപ്പെട്ടിരുന്നു. പ്രധാനമായിട്ടും ആ അഭ്യർത്ഥന മാനിച്ചാണ് ഇപ്പോഴ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം, പൂവമ്പാഴ എന്ന് പറയുമ്പോൾ വാഴകളുടെ രാജാവാണ്. ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിത്തരാൻ പറ്റുന്ന വാഴക്കൃഷികളിൽ ഒന്നാണ് പൂവൻവാഴ. അതുപോലെ തന്നെ കുറഞ്ഞ രീതിയിലുള്ള വളം മതി, അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ചൂടിനെ അതിജീവിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇതുണ്ട്. ഏറ്റവും കൂടുതൽ വില കിട്ടുന്ന സമയം ഉഷ്ണകാലമാണ്. അതുപോലെ തന്നെ നല്ല തൂക്കം കിട്ടുന്ന കുലകളുണ്ടാകുന്നതും ഉഷ്ണകാലത്താണ്. അതുകൊണ്ട് തന്നെ വാഴക്കൃഷിയിൽ ഞാൻ എന്നും പ്രാധാന്യം നൽകുന്നത് പൂവൻ വാഴകൾക്കാണ്. അപ്പോൾ ഞാൻ നടുന്ന രീതികളും ഞാൻ ചെയ്യുന്ന വളപ്രയോഗവും ഒക്കെയാണ് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളുമായി, അതായത് നമ്മുടെ പ്രേക്ഷകരുമായി നമ്മൾ ബന്ധപ്പെടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഞാൻ കൊല വെട്ടിയ വാഴയുടെ വിത്തുകളാണ്. ഞാൻ 1, 2, 3, 4, 5 കൊല വെട്ടി. 5 കൊല വെട്ടിക്കഴിഞ്ഞപ്പോഴത്തേന് ഈ വാഴ ഇത് ഈ താഴ്ന്നും വാഴമാണോ ഇങ്ങനെ അങ്ങ് മേപ്പോട്ട് തെളിയും. ഇനി ഈ വാഴ ഇവിടെ നിർത്തിയേക്കത്തില്ല. ഈ വാഴയാണ്, ഈ മാതൃസസ്യത്തിൻ്റെ വാഴവിത്താണ് ഞാൻ നടാനായി എടുക്കുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് കുന്താലി കൊണ്ട് ഇത് പതുക്കെ ഇതിന് ചുറ്റും ഒന്ന് മാന്തിയതിന് ശേഷം ഇവിടെ ഒരു കിള കൊടുക്കുന്നുണ്ടേ ഈ വിത്ത് ഇഞ്ഞ് പോരും. ആ വിത്ത് എന്തു ചെയ്യും, അതിൻ്റെ വേര് വല്ലതും ഉണ്ടെങ്കിൽ ആ വേരൊക്കെ നീക്കം ചെയ്ത് ഈ പഴുത്ത ഇലകളൊക്കെ നീക്കം ചെയ്തതിന് ശേഷം അതിൻ്റെ ഇല എന്ന് പറയുന്നുണ്ടേ ഇതേപോലെയുള്ള ഈ ഇല ഇങ്ങനെ ഇലകളെല്ലാം ഇങ്ങനെ ഊരിക്കളയും. ഇങ്ങനെ ഞങ്ങൾ ഊരിക്കളഞ്ഞതിന് ശേഷം ആ പിരിച്ച വിത്ത് ആഴത്തിൽ കുഴിയെടുത്ത് ഏതാണ്ട് ഇവിടെ വരെ മണ്ണ് വീഴത്തക്ക രീതിയിൽ ആ കുഴി നല്ല ഭംഗിയായിട്ട് മൂടും. അപ്പം ഇത് വയ്ക്കുന്നുണ്ടേ ഏതെങ്കിലും ഒരു വശത്ത് ഒരല്പം ചരിവിട്ടാണ് ഞാൻ പൂവൻ വാഴ നടുന്ന സമയത്ത് പ്രത്യേകിച്ച് യാതൊരു വളങ്ങളും ഞാൻ ചെയ്യാറില്ല. അതാണ് രസം. അപ്പം നിങ്ങൾ വാഴവിത്ത് നടുമ്പോൾ കർഷകരുടെ കയ്യിൽ നിന്നും ഇതേപോലെയുള്ള വാഴവിത്ത് അല്ല ലഭിക്കുന്നെങ്കിൽ ചെയ്യേണ്ട, നമ്മൾ നഴ്സറികളിൽ നിന്നൊക്കെ വിത്ത വാങ്ങിക്കുന്നെങ്കിൽ നമുക്കത് എവിടെ നിന്നാണെന്ന് വിശ്വാസമില്ല. അത് ഏത് മാതൃസസ്യത്തിൻ്റെ വിത്തുകളാണെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ ആ വിത്തുകൾ നമ്മൾ കൊണ്ടുവന്ന് സൂഡോമോണസ് എന്ന് പറയുന്ന ഒരു പൊടിയുണ്ട്. ആ പൊടി വെള്ളത്തിൽ കലക്കി, പച്ചവെള്ളത്തിലോ കഞ്ഞിവെള്ളത്തിലോ കലക്കി ആ പൊടിയിൽ 20 മിനിറ്റ് നേരം മുക്കി വെച്ചതിന് ശേഷം അത് മാറ്റി വെച്ചിട്ട് പിറ്റേ ദിവസം വേണം ആ വിത്ത് നടാൻ. അത് നല്ല ആഴത്തിൽ കുഴിയെടുത്ത് ആ വിത്ത് ഇറക്കി വെച്ചതിന് ശേഷം കുറച്ച് മണ്ണ് മാത്രം ഇട്ട് മൂടി നല്ല ഭംഗിയായിട്ട് ചവിട്ടി ഉറപ്പിക്കുക. പിന്നെ അല്പം മണ്ണെടുത്ത് മൂടുക, ചവിട്ടി ഉറപ്പിക്കുക. ഇത്രയും മാത്രം ചെയ്യുക മതി എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുശേഷം അത് കിളിച്ച് വരും. അതായത് ഈ വാഴയാണെങ്കിൽ ആദ്യത്തെ ഇല വരും. അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ ചെയ്തത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ വെണ്ണീർ എന്ന് പറയുന്ന ചാരം ഇതും കൂടി അതിൻ്റെ ചുറ്റും കുറേശ്ശെ ഒറ്റക്കൈ എല്ലാം കൂടി ഒറ്റക്കൈയേ ഉള്ളൂ. അതായത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാരവും എല്ലാം കൂടി ഒറ്റക്കൈ എടുത്ത് അതിൻ്റെ ചുറ്റും ചിതറി കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് ചുറ്റിലുമുള്ള മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കും. ഇതാണ് ചെയ്യുന്നത്. വീണ്ടും ഈ വളം വലിച്ചെടുത്ത് ഒരു 2 ആഴ്ച കഴിയുമ്പോഴത്തേന് വീണ്ടും അതിന് ഇല വരുമ്പോഴേ ഞാൻ ചെയ്യുന്നത്, അതിന് തടം കിടക്കുവാണല്ലോ, അവിടെയൊക്കെ നിൽക്കുന്ന ഇലകൾ, അതുപോലെ തന്നെ പാഴുകളകൾ ഇതെല്ലാം ഞാൻ വെട്ടിയെടുത്ത് ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടിട്ട് മണ്ണും വെട്ടിയിടും. അതാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പിരിക്കുമ്പോൾ ഈ വാഴവിത്ത് നമ്മളെ കർഷകരുടെ കയ്യിൽ നിന്ന്, ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്നും ഒരു വിത്ത് ഒരാൾ ഇത് വാങ്ങിച്ചുകൊണ്ട് പോവുകയാണെങ്കിൽ ഇവിടെ വെച്ച് മുറിച്ച് കളയേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ ഈ വാഴവിത്ത് ദൂര സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കൊണ്ടുപോകാനുള്ള സൗകര്യത്തിന് വേണ്ടി നമുക്ക് വേണമെങ്കിൽ ഇവിടെ വെച്ച് മുറിച്ച് കളഞ്ഞിട്ട് വേണേൽ കൊണ്ടുവരാം. പകരം കർഷകരുടെ കയ്യിൽ നിന്ന് അടുത്ത സ്ഥലങ്ങളിൽ കൊണ്ടുപോകാൻ ഇത് മുറിച്ച് കളയേണ്ട കാര്യമില്ല. ഇല മാത്രം ഊരുകയോ അല്ലെങ്കിൽ ഇല കോരി കളഞ്ഞിട്ട് കൊണ്ടുപോവുകയോ ചെയ്താൽ മതി. അതാണ് ഒന്നാമത്തെ സംഗതി. പിന്നെ മറ്റൊരു സംഗതി എന്ന് വെച്ചാൽ, നമ്മൾ വാഴ നടുമ്പോൾ
പ്രധാനമായിട്ടും വാഴയ്ക്ക് ഉണ്ടാകുന്ന കീടങ്ങൾ എന്ന് വെച്ചാൽ പിണ്ടിപ്പുഴുവാണ്. മാണപ്പുഴുവും പിണ്ടിപ്പുഴുവും ഈ രണ്ട് പുഴുക്കൾ വാഴയിൽ ബാധിക്കാറുണ്ട്. അതുകൊണ്ട് നമ്മൾ നടുന്ന സമയത്തോ അല്ലെങ്കിൽ ഇലകൾ വന്ന സമയത്തോ നമുക്ക് വേപ്പിൻ പിണ്ണാക്ക് എന്ന് പറയുന്ന രണ്ട് തരത്തിലുള്ള വേപ്പിൻ പിണ്ണാക്ക് ഇന്ന് വളക്കടകളിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഒന്ന് കട്ടയായിട്ടുള്ളത്, മറ്റൊന്ന് പൊടിയായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കട്ടയായിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് മേടിച്ച് ഒരു വലിയ കട്ട 2-3 കഷ്ണങ്ങളാക്കിയിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഈ കവിളുകൾ, ഇതിന് പറയുന്ന കവിളെന്നാണ് ഈ വാഴയുടെ ഈ കവിളുകളിൽ ഇങ്ങനെ ഓരോ ചെറിയ കഷ്ണങ്ങൾ നമ്മൾ വെച്ച് കൊടുത്താൽ മഴ പെയ്യുന്നുണ്ടേ ഇത് അലിഞ്ഞ് ആ ഇതിലേക്കുള്ള വാഴപ്പിണ്ടിയിലേക്കുള്ള താപ്പോട്ടൊഴുകുകയും അത് വളമാവുകയും ചെയ്യും. അതുപോലെ യാതൊരു വിധത്തിലുള്ള രോഗബാധകളൊന്നും ഉണ്ടാവത്തുമില്ല. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വാഴ ദാണ്ട ഈ പരുവം ഇതേപോലെയുള്ള വാഴയാവും. ഇതേപോലെയുള്ള വാഴയൊക്കെ ആകുമ്പോൾ ധാരാളം വാഴകൾ നമുക്കുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം, ബിസിനസ്സിന് വേണ്ടിയാണെങ്കിൽ ആ രാസവളം കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. യൂറിയയും പൊട്ടാഷും വേപ്പിണ്ണാക്കും എല്ലുപൊടിയും ചാമ്പലും ഒക്കെ മിതമായ രീതിയിൽ ഒരു 3 കൈ വളത്തിൽ കൂടുതൽ ഒരു വാഴയ്ക്ക് നമ്മൾ ഇട്ട് കൊടുക്കരുത്. അത് ഇട്ടതിന് ശേഷം ചെറുതായിട്ട് നമ്മൾ മണ്ണൊന്ന് ഇളക്കി കൊടുക്കണം. ഒപ്പം മഴയുള്ള സമയങ്ങളാണെങ്കിൽ ഇലകളും തോലുകളും ഒക്കെ വാരിയിട്ട് കൊടുക്കുന്നതും നല്ലതാണ്. പിന്നെ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പൂവൻ ഏത് വാഴയായാലും ആ വാഴയിൽ ഇങ്ങനെ ഉണങ്ങിക്കിടക്കുന്ന ഇതുപോലെ വാഴയുടെ ഇലയ്ക്ക് വാഴക്കൈ നമ്മൾ പറയുന്നത്. ഈ ഉണങ്ങിക്കിടക്കുന്ന കൈകൾ ഉണങ്ങി വീഴ്ത്താൻ ഉടൻ തന്നെ ഇത് നീക്കം ചെയ്യാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് കണ്ടിച്ച് ഒരിക്കലും വാഴയുടെ ചുവട്ടിൽ നമ്മൾ ഇടരുത്. വാഴയുടെ ചുവട്ടിൽ ഇത് കണ്ടിച്ചിടുവാണെങ്കിൽ വാഴയ്ക്ക് വലിയ ദോഷം ചെയ്യും. കാരണം ഇതിനകത്തുള്ള വെള്ളം കെട്ടി നിന്ന് വാഴയ്ക്ക് വെള്ളം കിട്ടാതെ വരും. തന്നെയല്ല, ഇത് ലയിച്ചതിനകത്ത് ധാരാളം ദോഷകരങ്ങളായ വിരകളുണ്ടാവും. ഈ വിരകൾ നമ്മുടെ വാഴകളുടെ വേരുകളെയൊക്കെ നശിപ്പിക്കും. അതുകൊണ്ട് യാതൊരു കാരണവശാലും ഇതേപോലെ വാഴക്കച്ചി വീണ് കിടക്കാൻ ഇടയാവരുത്. വാഴക്കച്ചി വീണ് കിടന്നു കഴിഞ്ഞാൽ പിണ്ടിപ്പുഴു ഉണ്ടാവും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല, പ്രത്യേകിച്ചും പൂവൻ വാഴയ്ക്ക്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ മറ്റൊരു കാര്യമുള്ളത്, പൂവൻ വാഴ നടുമ്പോൾ ഒരു കാരണവശാലും അമിതമായ വളം ഇടരുത്. പിന്നെ മറ്റൊന്ന് കോഴിക്കാഷ്ടം. പലരും പറയുന്നുണ്ട് കോഴിക്കാഷ്ടം ഇടുന്നു. പൂവൻ വാഴയ്ക്ക് കോഴിക്കാഷ്ടം എൻ്റെ അനുഭവത്തിൽ വളരെയധികം ദോഷമാണ്. കാരണം കോഴിക്കാഷ്ടത്തിൽ ധാരാളമായ കാൽസ്യത്തിൻ്റെ അളവുണ്ട്. ഈ കോഴിക്കാഷ്ടം ഭയങ്കരമായ ചൂടാണ്. പൂവൻ വാഴയ്ക്കുള്ള ചുവട്ടിൽ നമ്മൾ കോഴിക്കാഷ്ടം വാരിയിട്ട് കഴിഞ്ഞാൽ ആ ചൂട് പൂവൻ വാഴയെ തളർത്തുകയും വേരുകൾ ശുഷ്കിക്കുകയും കുലയ്ക്കാതിരിക്കുകയോ മണ്ട അടച്ച് പോവുകയോ അതല്ലെങ്കിൽ കുലകൾ ചെറുതാവാനോ ഉള്ള സാധ്യതയുണ്ട്. പിന്നെ കോഴിക്കാട്ടം ഇട്ടേ ഒക്കൂ എന്നങ്ങ് നിർബന്ധമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അല്പം മാത്രം ഒരു 25 ഗ്രാം അങ്ങാണ്ട് ഇതിൻ്റെ വട്ടം ചേറി ഭംഗിയായിട്ട് രാവിലെയും വൈകിട്ടും വെള്ളം ഒഴിച്ചു കൊടുക്കണം. മണ്ണിടുകയും ചെയ്യരുത്. ഇടാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ മറ്റൊരു സംഗതി, ചിലരൊക്കെ വാഴ വെക്കുന്നുണ്ട്, ചിലർ നല്ല മിക്കവാറും വാഴ വെക്കുന്നുണ്ടേ ഈ തടം എടുക്കും. തടം എടുത്തതിന് ശേഷം അതിനകത്ത് നമ്മൾ നീറ്റുകക്ക എന്ന് വെച്ചാൽ കുമ്മായപ്പൊടി വിതർന്നതായിട്ട് കണ്ടുണ്ട്. അപ്പോൾ കുമ്മായപ്പൊടി നമുക്കറിയാം, കുമ്മായപ്പൊടി ഭയങ്കരമായ ചൂടാണ്. ഈ മണ്ണിലെ മാലിന്യങ്ങളെ നീക്കം ചെയ്യാനും നല്ല ബാക്ടീരിയകൾ വളർന്നു വരാനും വേണ്ടിയൊക്കെ ചേർക്കുന്നതാണ്. അത് നല്ലതുമാണെങ്കിൽ പോലും കുമ്മായപ്പൊടി ഒരു കൈ കുമ്മായപ്പൊടി നമ്മൾ വിതറിക്കഴിഞ്ഞാൽ ആ കുമ്മായപ്പൊടിയും മണ്ണും കൂടെ നല്ല ഭംഗിയായിട്ട് കൂട്ടി ഇളക്കി നല്ല ഭംഗിയായിട്ട് ഒരു 10-15 ദിവസം ജലസേചനം നടത്തിയാൽ മാത്രമേ ആ കുമ്മായത്തിൻ്റെ ചൂട് മാറുകയും മണ്ണിൽ അത് ലയിച്ചു ചേരുകയും ചെയ്യത്തുള്ളൂ. അതിനുശേഷം മാത്രമേ നമ്മൾ ഏതെങ്കിലും സസ്യങ്ങൾ ആ കുഴിയിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വെച്ചാൽ അതിന് വേരോട്ടമുണ്ടാകത്തുള്ളൂ. അല്ലാതെ നമ്മൾ ആ കുഴിയിൽ അല്ലെങ്കിൽ ആ മണ്ണിൽ എന്തെങ്കിലും സസ്യങ്ങൾ വെച്ചാൽ അതിന് വേര് കിളിച്ച് വരത്തില്ല, ആ വേര് ശുഷ്കിച്ചു പോവും. അതേപോലെ പിന്നെ ഒരിക്കലും അതിന് പ്രയോജനവും കിട്ടത്തില്ല. അത് നമ്മൾ അങ്ങനെ ചെയ്യണം. അപ്പം കുമ്മായം നമ്മൾ വിതറുവാണെങ്കിൽ 15-20 ദിവസം വെള്ളം ഒഴിച്ച് ആ മണ്ണ് നല്ല രീതിയിൽ നീറ്റിൽ മാറ്റി, കുമ്മായം മണ്ണോട് ചേർന്ന മണ്ണിനൊരു പ്രത്യേക ചൂട് അനുഭവപ്പെടും. ആ ചൂടിലെ നീറ്റിൽ മാറ്റിയതിന് ശേഷം വേണം സസ്യങ്ങൾ നമ്മൾ വെക്കേണ്ടത്. വാഴയായാലും ഏത് സസ്യമായാലും എല്ലാത്തിനും ഗുണവും ദോഷവും ഉണ്ട് എന്ന കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. പിന്നെ മറ്റൊന്ന്, നമ്മൾ കൃഷിക്കായി തിരഞ്ഞെടുക്കുന്ന പുരയിടം ഫലഭൂയിഷ്ടം എന്ന് ഞാൻ പറയുന്നത് സസ്യങ്ങളുടെ ഇലകളൊക്കെ വീണ് അഴുകി ആ മണ്ണ് നല്ല രീതിയിൽ വളക്കൂറുള്ള ഒരു മണ്ണിനാണ് ഫലഭൂയിഷ്ടം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഫലഭൂയിഷ്ടമായ മണ്ണല്ലെങ്കിൽ, അതായത് വെള്ളം ഒലിച്ചു പോകുന്ന പ്രദേശങ്ങളോ അതുപോലെ തന്നെ രാസവളങ്ങൾ ധാരാളമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന
പുരയിടങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന കുമ്മായമൊക്കെ വിതറി 10-15 ദിവസമൊക്കെ കഴിഞ്ഞ് നല്ല ജലസേചനമൊക്കെ നടത്തിയതിന് ശേഷം കൃഷി ചെയ്തിട്ട് ജൈവവളങ്ങളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ സൂഡോമോണസ് ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ആ സൂഡോമോണസ് ഇട്ട് കൊടുക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ വേരുകൾക്ക് വളർച്ച ത്വരിതപ്പെടുത്താനും വളങ്ങൾ പെട്ടെന്ന് വലിച്ചെടുക്കാനും ഒക്കെ സൂഡോമോണസ് ഒരു പരിധി വരെയൊക്കെ സഹായിക്കും. കഴിയുന്നതും ഈ പറയുന്ന ഒന്നും ഉപയോഗിക്കാതെ കൃഷി ചെയ്ത് പാകപ്പെടുത്തി എടുക്കുന്നതാണ് നല്ലത്. നമ്മൾ ഏതെങ്കിലുമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വീണ്ടും അത് ഇട്ട് കൊടുത്തില്ലെങ്കിൽ അതിന് വളർച്ച മുരടിക്കുകയും ലാഭം കുറയുകയും ഒക്കെ ചെയ്യും. പിന്നെ നമുക്കിതൊക്കെ ഉപയോഗിക്കുകയും ചെയ്യും. ഇതൊക്കെ കൃഷിക്ക് വേണ്ടി ഉപയോഗിച്ചുള്ളതാണ്. സോഡാമോണസ് ഉൾപ്പെടെയുള്ള എല്ലാ കൃഷിക്ക് വേണ്ട സാധനങ്ങൾ ഉപയോഗിക്കുമ്പോഴും അതിൻ്റേതായ മുന്നറിയിപ്പുകൾ എടുക്കുകയും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയൊക്കെ ചെയ്യേണ്ടത് നമുക്ക് ആവശ്യമാണ്. അപ്പം നടുന്ന രീതിയും വളം ചെയ്യുന്ന രീതിയും 3 വളം മാത്രം നമ്മൾ പൂവൻ വാഴയ്ക്ക് ചെയ്താൽ മതി. ഒന്നാമത് നമ്മൾ മണ്ണൊരുക്കി നമുക്ക് ചെയ്യേണ്ട കാര്യം കുമ്മായം ഇട്ട് വേണമെങ്കിൽ മണ്ണൊരുക്കാം, അതല്ല കുമ്മായം ഇടാതെ വേണമെങ്കിൽ മണ്ണൊരുക്കാം. ആ തടത്തിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, വാഴ വിത്ത് പിരിച്ചു വെക്കുന്നു, അല്ലെങ്കിൽ മേടിക്കുന്ന വാഴ നമ്മൾ വെക്കുന്നു. അപ്പോൾ 1-2 ഇലകൾ വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ വളം നമ്മൾ ചെയ്യുന്നു. ആദ്യത്തെ വളം ഞാൻ ചെയ്യുന്നത് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചാമ്പലും കൂടെ നിശ്ചിത അകലത്തിൽ ഇതിന് ചുറ്റും വിതറി മണ്ണിളക്കിയിടുകയാണ്. അതല്ല ചെയ്യുന്നത് കുമ്മായമൊക്കെ വിതറി 15-20 ദിവസം കഴിഞ്ഞ് വാഴ നട്ടാണെങ്കിൽ പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഈ സൂഡോമോണസും ഒക്കെ ഇടാം. സൂഡോമോണസ് ഒരിക്കലും രാസവളം ഇടുന്ന ഒരു കൃഷിക്കും സൂഡോമോണസ് ഇടരുത്. സൂഡോമോണസ് എന്ന് വെച്ചാൽ ഒരു ബാക്ടീരിയയാണ്, ജീവനുള്ള ബാക്ടീരിയയാണ്. രാസവളങ്ങൾ ഇട്ട് കഴിയുന്നുണ്ടെങ്കിൽ ഈ സൂഡോമോണസിൻ്റെ ബാക്ടീരിയകളെ ഈ രാസവളങ്ങൾ ഇല്ലാതാക്കളെ, അപ്പോൾ അതിന് പ്രയോജനമില്ലാതെ. അതുകൊണ്ട് ജൈവവളം ഉപയോഗിക്കുന്ന കൃഷിക്ക് മാത്രമേ നമ്മൾ സൂഡോമോണസ് ഉപയോഗിച്ച് കൊടുക്കാവൂ. പിന്നെ അങ്ങനെ ഒന്നാമത്തെ വളം നമ്മൾ ചെയ്തു. രണ്ടാമത്തെ വളം 2 ഇതിൽ ചെയ്യാം. വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും പിന്നെ കടലപ്പിണ്ണാക്ക് നമുക്കറിയാം മേടിക്കാൻ കിട്ടും. ഇത് ഭംഗിയായ രീതിയിൽ കൂട്ടിക്കലർത്തി അത് നമുക്ക് ഇതിന് ചുറ്റും വിതറി കൊടുത്ത് മണ്ണിടാം. അപ്പം കടലപ്പിണ്ണാക്ക് എവിടെ ഇട്ടാലും വേപ്പിൻ പിണ്ണാക്ക് ഇടണം, ഇല്ലെങ്കിൽ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാകും. അതുകൊണ്ടായി പറയുന്നത്. പിന്നെ നമ്മുടെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ വളവും ഇത് തന്നെ ചെയ്താൽ മതി. ഈ 3 വളം ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഴ വലിയ വാഴയാവും. അത് കൊലച്ച് കഴിയുന്ന ഉടനെ നമ്മൾ കൂമ്പൊടിക്കുന്ന ഒരു പരുവത്തിൽ 3 വളം ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ പൂവൻ വാഴ കുലയ്ക്കുന്ന ഉടനെ ഇങ്ങനെ പടലകൾ നോക്കിയിട്ട് അതിൻ്റെ പടല 1, 2, 3, 4, 5, 6, 7, 8 പടലയുണ്ട്. ഈ പടല മൊത്തം വിരിഞ്ഞ് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൻ്റെ കൂമ്പ് ഒടിക്കണം. പൂവൻ വാഴയുടെ കൂമ്പ് തോരനായിട്ട് വയ്ക്കാൻ വളരെ സ്വാദിഷ്ടമാണ്. കൂമ്പ് ഒടിച്ചതിന് ശേഷം നമ്മൾ ഒരു വളവും കൂടെ ചെയ്യണം. അതും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും കടലപ്പിണ്ണാക്കും ചാമ്പലൂടെ മതി. അതിനുശേഷം പ്രത്യേകിച്ച് വളമൊന്നും ചെയ്യേണ്ട. പിന്നെ കൊല വെട്ടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ ചുവട്ടിൽ വിത്ത് നിർത്തിയതും നമുക്ക് കൊലകൾ ഉൽപ്പാദിപ്പിക്കാം. ഇതാണ് പൂവൻ വാഴയിലൂടെ ലാഭം നേടിയെടുക്കാൻ ഉദ്ദേശിക്കുന്ന കർഷകർ ചെയ്യേണ്ട കാര്യങ്ങൾ. പ്രിയമുള്ളവരെ, നമ്മൾ ജൈവവളം ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. വലിയ കൊലകൾ പ്രതീക്ഷിക്കരുത്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പെട്ടെന്ന് വിറ്റ് പൈസ കിട്ടാൻ പറ്റുന്നത് ചെറിയ കുലകളാണ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ വലിയ കുലകളാവുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന് താങ്ങുകമ്പ് കൊടുക്കേണ്ടതായിട്ട് വരും. കാരണം ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് താങ്ങുകമ്പ് കിട്ടാൻ പ്രയാസമാണ്. കാരണം എന്ന് പറഞ്ഞാൽ പാഴ്വൃക്ഷങ്ങളൊന്നും തന്നെ ഇന്ന് ആരുടെയും പുരയിടത്തില്ല. നമുക്ക് പഴയ കാലങ്ങളിലൊക്കെ വട്ടയുടെയും പേൻ്റെയും ഒക്കെ കമ്പ് വെട്ടിയെടുക്കാമായിരുന്നു. ഇപ്പോൾ അങ്ങനെയുള്ള കമ്പില്ല. അതുകൊണ്ട് തന്നെ ജൈവവളത്തിലൂടെ ആവുന്നുണ്ടെങ്കിൽ ഒരു 10 കിലോ വരെയുള്ള കുലകൾ ഒരു കാരണവശാലും ഈ ഒടിഞ്ഞു വീഴത്തില്ല. അങ്ങനെ പേടിക്കണ്ട. അപ്പം അങ്ങനെ നമുക്ക് ഉൽപ്പാദിപ്പിക്കാം. പിന്നെ മറ്റൊന്ന്, ചെറിയ കുലകൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെ അനുഭവത്തിലും ഒരു 10 കിലോ വരെയുള്ള കുലകൾക്കാണ് വ്യാപാരികൾക്ക് വളരെ പ്രിയം. കാരണം
ഈ പൂവന്മാരുടെ നമുക്കറിയാം പൂവന്മാരുടെ ഒരു ഗുണം, ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഒരു 2 ദിവസത്തിൽ കൂടുതൽ നിൽക്കത്തില്ല. 2 ദിവസം കഴിയുമ്പോൾ തന്നെ ഇത് ഇറന്നു പോകും. അപ്പോൾ 2 ദിവസം കൊണ്ട് വിൽക്കുന്ന രീതിയിലാണ് വ്യാപാരികൾ ഇത് വാങ്ങിക്കുന്നത്. ഇപ്പം ഞാൻ തന്നെ സ്ഥിരമായി കൊടുക്കുന്ന ഒരു വ്യാപാരിയുണ്ട്. ഈ വ്യാപാരി ചെയ്യുന്നത് ഇപ്പം 5 കൊല, ഒരു കൊലയും കൂടെ വെട്ടാനുണ്ട്. അപ്പം ഈ 5 കൊല ഞാൻ അവിടെ കൊണ്ടുവരുന്ന ഒന്നേ. ഇദ്ദേഹം ആദ്യം 2 കൊലയാണ് പഴുപ്പിച്ച് കെട്ടുക, മറ്റുള്ളത് മാറ്റി വെക്കും. ഇത് ആ ഒരു ദിവസം കൊണ്ട് തീർന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം പഴുക്കത്തക്ക രീതിയിൽ വാക്കി വെക്കും. അങ്ങനെ പെട്ടെന്ന് വിറ്റ് മാറും. പിന്നെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ ജൈവവളത്തിലൂടെ നമ്മൾ കൃഷി ചെയ്യുന്ന വാഴപ്പഴത്തിന് വളരെയധികം സ്വാദായിരിക്കും. ഒരു പ്രാവശ്യം വന്ന് 1 കിലോ പഴം വാങ്ങിച്ച ആൾ വീണ്ടും അവിടെ തന്നെ തിരക്കി വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ കുലയ്ക്ക് സാമാന്യം ഭേദപ്പെട്ട വില കിട്ടും എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് പൂവമ്പഴ കൃഷി ഒരിക്കലും ഒരു മനുഷ്യർക്കും നഷ്ടം വരാൻ സാധ്യതയില്ലാത്ത ഒരു വാഴ കൃഷിയാണ്. ഞാൻ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്നതും പൂവമ്പഴ കൃഷിയാണ്. അപ്പം ഈ പൂവമ്പഴ കൃഷിയുടെ ഈ രീതികൾ നമുക്ക് മനസ്സിലാക്കി ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്രയോജനമാണ്. ഓക്കെ, നമുക്ക് ഈ പൂവമ്പഴയുടെ കൊലകൾ വെട്ടിക്കഴിഞ്ഞിട്ട് അതിൻ്റെ പിണ്ടികൾ, അതായത് വെട്ടുന്നതിൻ്റെ പിണ്ടി അന്ന് തന്നെ അത് നീക്കം ചെയ്യണം. അപ്പോഴതിൻ്റെ ചുവട്ടിലുള്ള വിത്തുകൾ നല്ല രീതിയിൽ കിളിച്ചു വരികയും വീണ്ടും ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ ആ വിത്തുകൾക്ക് കൊല ഉണ്ടാവുകയും ചെയ്യും. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്ന കൃഷി രീതി എന്ന് പറഞ്ഞാൽ. നമ്മൾ ആദ്യം നടുന്നത് 1 മൂട് വാഴയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആ 1 മൂട് വാഴ കൊലച്ച് കഴിയുമ്പോൾ, അപ്പോൾ ഈ വാഴ എങ്ങനെ ചെയ്യുന്നത്, ഇവിടെ മണ്ണില്ലായിരുന്നു, ഞാൻ കുറച്ച് മണ്ണിനകത്ത് ഒരു വാഴ വെക്കാൻ സൗകര്യം കിട്ടിയപ്പോൾ നട്ടതാണ്. ആ വാഴ കൊലച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മുടെ 2 മൂട് വാഴ വിത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഈ 2 മൂട് വാഴ വിത്തിന് ഞാൻ കുറച്ച് തോലും മണ്ണും ഒക്കെ എടുത്തിടും. മറ്റെവിടുന്നെങ്കിലും മണ്ണെടുത്തിട്ടാൽ വാഴയ്ക്ക് ഏറ്റവും നല്ലതാണ്. പൂവമ്പഴയ്ക്ക് നല്ല കൊല കിട്ടും. ഈ കൊല വെട്ടിക്കഴിയുമ്പോഴത്തേന് ഇത് കുറച്ചുകൂടെ വലുതാവും. കൊലയ്ക്കാറൊക്കെ ആവി വരുമ്പോൾ പിന്നീട് ഞാൻ ചെയ്യുന്ന, ഇതിന് ചുറ്റും എത്ര വിത്തുണ്ടെങ്കിലും ആ വിത്ത് അവിടെ നിർത്തിയിരുന്ന് നല്ല ആരോഗ്യമുള്ള വിത്തുകൾ മൊത്തം ഞാൻ അവിടെ നിർത്തിയിരിക്കും. അപ്പോഴേ ഇത് കൊല വെട്ടിയതിന് ശേഷം ഉള്ള വിത്തുകളാണ്. 4 വിത്തുണ്ട്. ഈ 4 വിത്തിൻ്റെ ചുവട്ടിൽ നിങ്ങൾ നോക്കിയിട്ട് ഞാൻ പോച്ചയൊക്കെ പറിച്ചിട്ട് തോലൊക്കെ ഇട്ട് ഇതിന് ചുവട്ടിൽ ഇതിനെ മണ്ടയ്ക്ക് കുറച്ച് വളം കൊണ്ടിടും. വളം കൊണ്ടിട്ട് കഴിയുമ്പോഴത് ഈ 4 വാഴയും കുലയ്ക്കും. അപ്പോൾ 3ാം തലമുറ ആദ്യം ഒന്ന് നമ്മൾ നട്ടു, അതിനുശേഷം 2എണ്ണം വിത്തുന്നു, അതിനുശേഷം നമ്മൾ ഈ 4 വാഴ, അപ്പം 4, 2, 6, 1, 7 കൊല ഒരു തവണ നമ്മൾ വാഴ വെച്ചാൽ 7 കൊല നമുക്ക് കിട്ടും. 7 കൊല നമുക്ക് കിട്ടും. ഒന്ന്. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമുക്ക് ഈ കൊല കൂടാതെ തന്നെ ഈ വാഴയുടെ ഇല നമുക്ക് വിറ്റ് കാശ് മേടിക്കാം. അപ്പം അപ്പോൾ ഇതിൻ്റെ ഇപ്പോൾ 4 മൂട് വാഴ ഇവിടെ നിൽപ്പുണ്ട് ഒരു ചുവട്ടിൽ. 4 മൂട് വാഴയിൽ നിന്നും നമ്മൾ ഒരു 10 ഇല നമുക്ക് മുറിക്കാൻ സാധിക്കും. ഇല എടുക്കുന്ന ആൾക്കാർ വീട്ടിൽ വരും, 10 ഇല മുറിക്കാം. അങ്ങനെ ഇതേപോലെ 100 തടം വാഴയുണ്ടെങ്കിൽ നമുക്ക് 1000 ഇല ലഭിക്കാം. ഇലയ്ക്കിപ്പം നല്ല വിലയാണ്. 3 മാസം കൂടുമ്പോൾ നമുക്ക് ഇലകളും കൂടെ വെട്ടിമാറാം. അപ്പോൾ ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സംഗതികൾ. അപ്പം പ്രിയമുള്ളവരെ, ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ വലിയ ചിലവൊന്നുമില്ലാതെ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കൃഷിക്കാഴ്ചകൾ കാണാനും ഇത്തരം കൃഷിക്കാഴ്ചകൾ കാണാൻ താല്പര്യമുള്ളവർക്കും കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവരോടും ഒക്കെ ഇത്തരത്തിലുള്ള അറിവുകൾ പങ്കുവയ്ക്കാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ ദയവായി നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ നാളിതുവരെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ എല്ലാവിധ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ വ്യക്തികൾക്കും ഞങ്ങൾ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും